മോന് മിഞ്ഞാന്ന് പോയിട്ടോ. അപ്പോൾ അവനിക്ക് കൊണ്ടുപോകാൻ വേണ്ടി ചക്ക ഇട്ടതാണ്. ചക്ക ഇട്ടുമ്പോൾ എന്നറിയോ, ചെറിയൊരു ചക്ക വീണിരിക്കയിൽ. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചിരുന്നു അതൊരു ഉപ്പേരി വെക്കാമെന്ന്. കാരണം എന്നറിയോ, എൻ്റെ അമ്മ കുട്ടിക്കാലത്ത് ഞങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കി തരും. മുപ്പില്ലാത്ത ചക്ക ഉപ്പേരി ആയിട്ട് വെക്കും. നല്ല ടേസ്റ്റ് ആട്ടോ അതിൽ ശരിക്കില്ലാതെ. അപ്പോൾ ഞാൻ പുറത്തിരുന്ന് അത് ഒരു ചക്ക മൊത്തം അതിൻ്റെ തുരൊക്കെ എടുത്തിട്ട് ഇവിടെ വന്നിട്ട് ചുളക്കെ എടുത്തിട്ട് ഇവിടെ കൊടുത്തിരുന്ന് അകത്തിരുന്നിട്ടാണ് നേരാക്കണത്. ഇവിടെ ചെറിയൊരു ഫാനുണ്ട്. അപ്പോൾ അതിൻ്റെ മുമ്പിൽ ഇരുന്നുമ്പോൾ പുറത്തിരുന്ന് ഭയങ്കര ചൂട്. അങ്ങനെ ഒരു കുക്കറിലാവോളം ചെറിയ കുക്കറിൽ നിറയുന്നവർ അതുണ്ടാകും തൊലിച്ചെടുത്തിട്ട്. നല്ല ബുദ്ധിമുട്ടാണ് തൊലിച്ച് കുരു കളയാനൊക്കെ. അങ്ങനെ എടുത്തിട്ട് എന്ത് കാട്ടി, പച്ചമുളകും കരിവേപ്പിലയും ഉപ്പൊക്കെ ഇട്ടിട്ട് അത് കുക്കറിലായിട്ട് അടുപ്പത്ത് വെച്ചത്, ഗ്യാസുമ്മ തന്നെ വെച്ചത്. ഇന്നെന്തായാലും അടുപ്പൊന്നും കത്തിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ചീനച്ചട്ടി അടുപ്പത്ത് കടുകിട്ട് കരിവേപ്പിലിട്ട് പിന്നെ എന്താണ് വെളുത്തുള്ളിയും ചുവന്നുള്ളി ഇടുന്നു കേട്ടോ. അതിൽ മഞ്ഞൾപ്പൊടിയൊന്നും ഇടുന്നില്ല. ഞാൻ ആദ്യം ചക്കക്ക് മഞ്ഞൾപ്പൊടി ഇടാറുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ വെളുത്ത ചക്ക നല്ല ഭംഗി കാണാൻ. അങ്ങനെ ഞാൻ ചക്ക അടുപ്പത്ത് വെന്തപ്പോൾ ഞാനിത് വറുത്തിട്ട് കേട്ടോ. ഞാൻ വീട്ടിലുള്ള ഉണ്ടാക്കിയ വെളിച്ചെണ്ണ അല്ല, അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണുള്ളൂ കേട്ടോ. പിന്നെ എന്താണെന്നറിയാം, ഇവർക്ക് ഷുഗറും ഉണ്ട്. അപ്പോൾ പെണ്ണവൾക്കൊന്നും പാടില്ല. അപ്പോൾ അത് കാരണം കുറച്ചായിട്ടേ ഒഴിക്കണുള്ളൂ. പിന്നെ നമ്മളെ വീട്ടിലെ ആട്ടി വെളിച്ചെണ്ണ അല്ലേ, കുറച്ച് ഒഴിച്ചാൽ നല്ല മണം കിട്ടും. അങ്ങനെ ചക്കപ്പേരി റെഡി ആയിട്ടോ. ഇതുണ്ടല്ലോ ചായക്കും ഒക്കെ നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ചക്കപ്പേരി വെക്കുന്ന ആൾക്കാരിനെ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ.